ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കടലാമ സംരക്ഷണ പദ്ധതി നടപ്പാക്കാനൊരുങ്ങി പൊന്നാനി നഗരസഭ. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ പൊന്നാനി കടൽത്തീരത്ത് സംവിധാനമൊരുക്കും. ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രതികൂലാവസ്ഥകളിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളെ സംരക്ഷിക്കുന്നതിന് ജൈവ വൈവിധ്യ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി കടലാമകളുടെ മുട്ടകൾ കണ്ടെടുത്ത് സുരക്ഷിതമായി സംരക്ഷിക്കുകയും പ്രത്യേക സുരക്ഷാ കൂടൊരുക്കി വിരിച്ചെടുക്കുന്ന കടലാമ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി കടലിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് പദ്ധതി. ഇതിനായി കടലാമകളുടെ പ്രജനനകാലമായ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ പൊന്നാനി കടൽ തീരത്തെത്തുന്ന കടലാമകളെ നിരീക്ഷിക്കുന്നതിനും മുട്ടകൾ ശേഖരിക്കുന്നതിനുമായി സന്നദ്ധ വളണ്ടിയർമാർ, വാച്ചർമാർ എന്നിവരെ നിയോഗിക്കും. അഴിമുഖത്തുള്ള കടൽ തീരത്ത് സുരക്ഷാ കൂടൊരുക്കി മുട്ടകൾ വിരിയുന്നതുവരെ സംരക്ഷിക്കും. നഗരസഭയോടൊപ്പം സോഷ്യൽ ഫോറസ്ട്രി, കോസ്റ്റൽ പോലീസ്, ജൈവ വൈവിധ്യ ബോർഡ് എന്നീ വകുപ്പുകളും ജന്തുശാസ്ത്ര പരിസ്ഥിതി പഠന വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും പൊതുജനങ്ങളും സംയുക്തമായി സഹകരിച്ചു പ്രവർത്തിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് ഇതു സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. കടൽ തീരത്ത് ഏകദേശം 4 കിലോമീറ്റർ വരുന്ന ഒരു സ്ട്രെച്ചാണ് ഉള്ളത്. അപ്പം കടലിൽ നിന്നും ആമകൾക്ക് വന്ന് മുട്ടയിട്ട് തിരിച്ചു പോകാൻ സാധ്യമാകുന്ന ഒരു കടൽ തീരമാണ് യഥാർത്ഥത്തിൽ പൊന്നാനി മേഖലയിലുള്ളത്. വർഷാവർഷം ഒരു 4000-ൽ പരം മുട്ടകൾ ഈ ഭാഗത്ത് നിന്ന് ലഭിക്കാറുണ്ട്. അപ്പം അത് ഈ മുട്ടയിടുന്ന സ്ഥിരമായിട്ട് മുട്ടയിടാൻ വരുന്നു എന്നുള്ളതിനാൽ തന്നെ അത് മുട്ടകളെ ആമകളെയും മുട്ടകളെയും സംരക്ഷിക്കേണ്ടതും, എന്നിട്ട് അത് വിജയകരമായി ഹാച്ചിങ് നടത്തി ഒരു 40 ദിവസത്തിന് ശേഷം അത് മുട്ട വിരിഞ്ഞ് ആ കുഞ്ഞുങ്ങളെ തിരിച്ച് കടലിലേക്ക് വിടുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാനാണ് ഇപ്പോൾ നമ്മളുടെ ഈ വർഷം അതിന് നടപടി തുടക്കം കുറിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പൊന്നാനി നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമാണ്. അപ്പം വനംവകുപ്പ് അതിൻ്റേതായ എല്ലാ സപ്പോർട്ടുകളും, ടെക്നിക്കലായിട്ടുള്ള നിയമപരമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും അതിന് വർഷാവർഷം നൽകി വരുന്നു. ഈ വർഷവും ഏറ്റവും നല്ലതായ രൂപത്തിൽ ഇങ്ങനെ മുട്ട സംരക്ഷിക്കാനും അത് വിരിഞ്ഞിറങ്ങാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതാണെന്ന് എല്ലാ വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് നിർത്തുന്നു. യോഗത്തിൽ നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപ്പാല, സോഷ്യൽ ഫോറസ്ട്രി ഡെപ്യൂട്ടി റേഞ്ച് കൺസർവേറ്റർ സൈനുദ്ദീൻ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മുഹമ്മദ് നിഷാദ്, നഗരസഭാ സെക്രട്ടറി സജിറൂൺ, ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ, കോസ്റ്റൽ പോലീസ് ഓഫീസർ നാരായണൻ, പരിസ്ഥിതി പ്രവർത്തകനും ശുചിത്വ മിഷൻ കോർഡിനേറ്ററുമായ KP രാജൻ മാറഞ്ചേരി, കോസ്റ്റൽ വളണ്ടിയർ ബാബു എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ്. ഈ കടലാമ കരയിൽ മുട്ടയിട്ട് പോകുന്ന സീസൺ ഡിസംബർ മാസം മുതൽ ഏതാണ്ട് ഫെബ്രുവരി മാസം വരെയുള്ള കാലയളവിലാണ്. വരാനിരിക്കുന്ന ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ പൊന്നാനി തീരത്ത് എത്താൻ സാധ്യതയുള്ള കടലാമകളെ, അത് വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങളുണ്ട്. ഏതാണ്ട് 100 മുതൽ 300 വരെ മുട്ടകളിടുന്ന സ്പീഷീസിൽപ്പെട്ട കടലാമകൾ ഉണ്ട് എന്നത് നമുക്കറിയാം. അപ്പോൾ അവയെ സംരക്ഷിക്കുന്നതിന് അവ ഇട്ടുപോകുന്ന മുട്ട വിരിഞ്ഞ് ഇറങ്ങി കുഞ്ഞുങ്ങളെ കടലിലേക്ക് സുരക്ഷിതമായി ഇറക്കി വിടുന്ന അതുൾപ്പെടെയുള്ള ദൗത്യങ്ങൾ ഏറ്റെടുക്കാനാണ് പൊന്നാനി നഗരസഭ മുതിരുന്നത്. അത് സംബന്ധിച്ച് ഇന്നിവിടെ ഒരു കൂടിയാലോചന യോഗം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണത്തിലുണ്ട്. ഇതിൽ നമ്മുടെ കോസ്റ്റൽ പോലീസിൻ്റെ പൂർണ്ണമായിട്ടുള്ള സഹകരണമുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹകരണമുണ്ട്. പൊന്നാനി നഗരസഭാ ഭരണസമിതിയും പ്രാദേശികമായിട്ടുള്ള ജനകീയ സമിതിയുടെയും പൂർണ്ണമായിട്ട് സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇത്തരമൊരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്നത്. പൊന്നാനി പുതുമയണിഞ്ഞ് എടപ്പാൾ കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.